പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ഠി എന്ന കൃതിയിലെ 7ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൽപ്പാഗമത്തിനെയും അല്പാർത്ഥഭാവമതിലുൽപാദ്യമാനവടിവാം കൽപ്പാന്തകോടിരവി കൽപ്പാഭപൂണ്ടു ഭഗവത് പാദഭക്തി സഹിതം യത്പാർശ്വസന്നിധിയിൽ അല്പാർത്ഥനയ്ക്കരിയ സൽപാത്രമാകിൽ മനമേ ത്വത്പാപമാശിഖരി ഉൽപാദിതം പഴനി നിൽപ്പായ മൂർത്തി കൃപയാ. കൽപ്പാഗമത്തിനെയും അല്പാർത്ഥഭാവമതിലുൽപാദ്യമാനവടിവാം കൽപ്പാന്തകോടിരവി കൽപ്പാഭപൂണ്ടു ഭഗവത് പാദഭക്തി സഹിതം യത്പാർശ്വസന്നിധിയിൽ അല്പാർത്ഥനയ്ക്കരിയ സൽപാത്രമാകിൽ മനമേ ത്വത്പാപമാശിഖരി ഉൽപാദിതം പഴനി നിൽപ്പായ മൂർത്തി കൃപയാ. ഇതാണ് ശ്ലോകം. കൽപ്പാഗമത്തിനെയും മഹാപ്രളയാനന്തരമുള്ള പുനഃസൃഷ്ടിയെപ്പോലും അല്പാർത്ഥഭാവമതിൽ നിസാരമാക്കിക്കളയുന്ന ഭാവത്തോടു കൂടിയത് ഏതാണോ അതിൽ നിന്നും ഉൽപാദ്യമാന വണ്ടിവാം ഉണ്ടായി വരുന്ന രൂപമായ കൽപ്പാന്തകോടി രവികൽപ്പാഭപൂണ്ട് കൽപ്പാന്തകോടി സൂര്യപ്രഭയെ പ്രാപിച്ച് ഭഗവത് പാദഭക്തി സഹിതം ഭഗവത് പാദഭക്തിയോടുകൂടി യത്പാർശ്വസന്നിധിയിൽ യാതൊന്നിൻ്റെ സമീപത്തുള്ള സന്നിധിയിലാണോ അല്പാർത്ഥനയ്ക്ക് അല്പമായ പ്രാർത്ഥന നടത്തുന്നതിന് അരിയ പ്രിയപ്പെട്ട സൽപാത്രമാകാനുള്ള യോഗ്യത കൈവന്നു ചേർന്നാൽ മനമേ മനസ്സേ പഴനി നിൽപ്പായ മൂർത്തികൃപയാ പഴനീവാസനായ മൂർത്തിയുടെ കൃപയാൽ ത്വത്പാപം നിന്റെ പാപം ആ ശിഖരി ഉൽപാദിതം ആ ശിഖരിയിൽ ആ മലമുകളിൽ ഉത്പദിക്കപ്പെടും എന്ന് വെച്ചാൽ കൊണ്ടുവയ്ക്കപ്പെട്ടതായി ഭവിക്കും. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. മഹാപ്രളയാനന്തരമുള്ള പുനഃസൃഷ്ടിയെപ്പോലും നിസാരമാക്കി കളയുന്ന ഭാവത്തോടുകൂടി വർത്തിക്കുന്ന പൊരുൾ ഏതാണോ അതിൽ നിന്നുമുണ്ടായി വരുന്ന തേജോരൂപമായ സത്യത്തിൻ്റെ കോടിപ്രഭയെ പ്രാപിച്ച് ഭഗവത് പാദഭക്തിയോടുകൂടി ആ പാർശ്വസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അല്പമായെങ്കിലും പ്രാർത്ഥന നടത്തുവാൻ യോഗ്യതയുള്ള സൽപാത്രമായി തീരുവാൻ ഭാഗ്യമുണ്ടായാൽ, അല്ലയോ മനസ്സേ, പഴനീവാസനായ മൂർത്തിയുടെ അതായത് സുബ്രഹ്മണ്യൻ്റെ കൃപയാൽ നിന്റെ പാപങ്ങളെല്ലാം ആ മലമുകളിൽ കൊണ്ടുവയ്ക്കപ്പെട്ടതായി ഭവിക്കും. കൽപ്പാന്തം എന്ന പദം സർവനാശസൂചകമാണ്. ഉണ്ടായി വന്നു നിലനിന്ന ശേഷം നശിച്ചു പോകാത്തതായി. ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് കൽപ്പാന്ത വിവക്ഷയിലൂടെ പൗരാണികർ പഠിപ്പിച്ചു തരുന്നത്. സർവനാശത്തിന് ശേഷമുള്ള പുനഃസൃഷ്ടിയുടെ ആരംഭകാലമാണ് കൽപ്പാഗമം. നാശങ്ങളെല്ലാം പുനഃസൃഷ്ടിയുടെ മുന്നോടിയായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ്. മഹാപ്രളയകാലത്ത് ലോകം മുഴുവൻ ഇരുളിൽ ആണ്ടുപോകുമെന്നും കൽപ്പാഗമവേളയിൽ സൂര്യകോടിപ്രഭയോടുകൂടി വിശ്വപ്രകാശം തിരിച്ചെത്തുമെന്നുമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ശൈവതേജസ്സായ സൃഷ്ടിന്മുഖ സംഹാര ശക്തി പ്രഭാവത്തെയാണ് കൽപ്പാഗമവേളയിലെ കോടി സൂര്യപ്രഭയായി വർണ്ണിച്ചിരിക്കുന്നത്. വിശ്വപ്രകൃതിയിൽ അരങ്ങേറുന്ന
ഓരോ സംഹാരവൃത്തിയും പൂർവാധികം തേജോപൂർണമായ പുനരാവിർഭാവത്തിൻ്റെ അനിവാര്യതയാകുന്നു എന്നാണ് താത്വികമായി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏഷണാത്രയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന് യാതൊരുവിധ അനിഷ്ടങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ നടത്തുന്ന സർവപ്രയത്നങ്ങളും നിഷ്ഫലമായി തീരുമെന്നും സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ വിശ്വപ്രയാണം പ്രകൃതി നിശ്ചയപ്രകാരം സ്വയമേവ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും അതിഹ്രസ്വമായ ആയുഷ്കാലം സുഖകരമാക്കി തീർക്കുന്നതിനു വേണ്ടി വാഴ്വിൻ്റെ രഹസ്യങ്ങളറിഞ്ഞ് അല്പപ്രാർത്ഥനകൾ നടത്തുവാനുള്ള സൽപാത്രമായി മനസ്സിനെ പാകപ്പെടുത്തി ഭഗവത് പാർശ്വസന്നിധിയിൽ വർത്തിക്കാനുള്ള സ്വയം പാകപ്പെടലിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അല്പാർത്ഥന എന്ന് ഉള്ള ആ ഒരു പ്രയോഗം അത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. അല്പാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ അവകാശമുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന ഏത് തരത്തിലായിരിക്കണമെന്നുള്ളത് ജ്ഞാനഭക്തിയുള്ളവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ശരിയായി. കാരണം പ്രാർത്ഥനകൾ എപ്പോഴും നിരുപാധിക പ്രാർത്ഥനകളായിരിക്കണം. കാരണം പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇഷ്ടദേവതകളെ സ്തുതിച്ച് അവർക്ക് വേണ്ടി ഹവ്യാർപ്പണങ്ങളൊക്കെ നടത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും സാധിച്ചു കിട്ടുമെന്നാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ പ്രകർഷേണയുള്ള അർത്ഥന എന്ന തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. പ്രകർഷേണ വിശേഷ രൂപത്തിൽ, അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം പ്രകൃതിയുടെ ഇച്ഛപ്രകാരം, അതായത് പരബ്രഹ്മേച്ഛപ്രകാരമാണ് ഇവിടെ നടക്കുന്നത്. അതിന് വിപരീതമായി മറ്റൊന്നും ഇവിടെ സംഭവിക്കുകയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആശകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉരുവപ്പെടുന്നവയായിരിക്കണം. പരബ്രഹ്മ ഇച്ഛ കൂടാതെ അല്ലെങ്കിൽ പ്രകൃതി നിശ്ചയം കൂടാതെ ഒന്നും ഇവിടെ സാധ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതി നിയതിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായി അത് തനിക്ക് അനുകൂലമായി ഭവിക്കണമെന്ന തരത്തിലൊരു പ്രാർത്ഥന നടത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നീതിയുക്തമായിരിക്കണം, ബ്രഹ്മേച്ഛപ്രകാരം അത് സംഭവിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരിക്കുകയും വേണം. അതുകൊണ്ടാണ് നിരുപാധിക പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതെനിക്ക് സാധിച്ചു തന്നാൽ അതിന് പ്രതിഫലമായി ഞാൻ ഇന്നത് സമർപ്പിച്ചു കൊള്ളാം എന്ന തരത്തിൽ. അത് സോപാധിക പ്രാർത്ഥനയാണ്. അത്തരം സോപാധികമായ പ്രാർത്ഥനകൾ നടത്തിയാൽ ആ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുത്ത് കൈക്കൂലി പറ്റി അല്ലെ പ്രതിഫലം വാങ്ങി കാലം കഴിക്കേണ്ട നിലയിലല്ല ബ്രഹ്മത്തിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കി വേണം പ്രാർത്ഥന നടത്തുന്നവർ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അല്പാർത്ഥന എന്ന് പറയുന്നത്. അല്പാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ സാധിതമായി തീരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അല്ലാതെ ഒരിക്കലും നമുക്ക് സാധിച്ചു കിട്ടാത്ത അപ്രാപ്യങ്ങളായ സൗഭാഗ്യങ്ങൾ ലഭിക്കുമാറാകണമെന്ന പ്രാർത്ഥന നടത്തി അതിന് പ്രതിഫലം നൽകാമെന്നുള്ള തരത്തിൽ ആ ഒരു തരത്തിലുള്ള പ്രാർത്ഥനയിലേക്ക് ഒരിക്കലും പ്രാർത്ഥനകൾ വഴിമാറിപ്പോകരുത് എന്നാണ് അല്പാർത്ഥന എന്ന പ്രയോഗത്തിലൂടെ ഗുരുവിടെ നമുക്ക് നൽകുന്ന ഉപദേശം. അറിവില്ലായ്മയിൽ നിന്നുമുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം പഴനി മാമലയിൽ നിക്ഷേപിക്കപ്പെട്ട അവസ്ഥയിൽ ഭക്തമനസ്സുകളെ
സുബ്രഹ്മണ്യൻ ശാന്തനിരതമാക്കി തീർക്കുമെന്നുള്ള പ്രയോഗത്തെ താത്വികമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ബ്രഹ്മേച്ഛപ്രകാരമല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുകയില്ല എന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ തങ്ങളുടെ ജീവിതം സുഖകരമായി തീരുന്നതിന് അല്ലെ ശാന്തി നിർഭരമായി തീരുന്നതിന് കാരണഭൂതമായി ഭവിക്കുമാറാകണം. അത്തരത്തിലേക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ പ്രവൃത്തിയെയും എൻ്റെ ചിന്തകളെയുമെല്ലാം പരിപക്വമാക്കി തീർക്കുമാറാകണം എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കുവാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.